ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പം ഇന്ന് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നൊരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര രുചിയുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ കറിയാണ്. അപ്പോൾ അതിനായിട്ട് സാധാരണ മഞ്ഞപ്പരിപ്പാണ് എടുക്കാറ്, അതായത് തുവരപ്പരിപ്പില്ലേ, തുവരപ്പരിപ്പാണ് എടുക്കാം. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഈ പരിപ്പാണുള്ളത്. ഇതിന് മസൂർ ദാൽ എന്നാണ് പറയാം. അപ്പം ഞാനത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. കുറച്ചൊരു രുചി കിട്ടാനാണ്. അല്ല, രുചി എന്നാലും ഉണ്ടാവും, എന്നാലും ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ അതിലോട്ട് 3 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒക്കെ ചേർത്തുങ്ങാണ്ട് മിക്സിയിൽ കുക്കറിൽ ഒരു ഒരു 3 വിസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. അപ്പം അതങ്ങ് അടുപ്പത്ത് വെച്ച് വിസിലിടാൻ വെക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളാണ്. ഒരുപാട് പച്ചക്കറികളൊക്കെ വേണം സാമ്പാർ ഉണ്ടാക്കാൻ. പക്ഷെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറിയിലും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, വെജിറ്റബിൾസ് എന്തൊക്കെയാണുള്ളത്, അത് വെച്ചും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വഴുതിനങ്ങ, 2 കൂസ. അതിന് കൂസ എന്ന് തന്നെയല്ലേ പറയാം, ഞാനിവിടെ കൂസ എന്നാട്ടോ പറഞ്ഞത്. കൂസ, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ ബീൻസ്, തക്കാളി, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് പുളി എടുത്തുങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളി കുറച്ച് ഏറെ ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചേറെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കുമ്പം വീണ്ടും വീണ്ടും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിന് എളുപ്പത്തിലാണ് അങ്ങനെ ചെയ്തത്. അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിക്കുന്നത്. ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്കതായി അത് ഇങ്ങനെ നല്ല അലിഞ്ഞ് കിട്ടും. നമ്മൾ പരിപ്പ് വേവിച്ചത് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് മാറ്റി വെക്കുന്നു. ഇനി കുക്കറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ്. നല്ല ചെറുതാക്കിയൊന്നുമല്ല കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തത്. അതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ള അരിഞ്ഞു വെച്ച സാധനങ്ങളും ആഡ് ചെയ്യാം. അതിനായിട്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, അതും ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 3-4 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി കുറച്ച് ലൂസായി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത്രയേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കറി അധികം ലൂസാക്കുന്നില്ല, കുറച്ചൊരു കുറുങ്ങിങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് നല്ല മിക്സായി വരണമല്ലോ, അതിനായിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പം ഇത് ഞാൻ കുക്കറിൽ മൂടി വെച്ചിട്ട് അടുപ്പിൽ വെക്കാണ്. ഒരു വിസിലിട്ടാൽ മതി. ഒരു വിസിലിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പം എന്നിട്ട് ആ ഒരു ചൂടിൽ, ആ ഒരു പ്രഷറിൽ അങ്ങ് കടന്ന് വെന്തോളും. പിന്നെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ വിസിലിടുമ്പം വീണ്ടും അത് ഒന്നുകൂടെ വെന്ത് ഏറിപ്പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അപ്പം അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ നമ്മളങ്ങ് വിസിൽ പൊന്തിച്ചിട്ട് പോക്കുന്ന പരിപാടിയില്ല, അത് വേണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിയുടെ ആ രുചിയും പച്ചക്കറിയുടെ ആ ഒരു ഇതൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളി പോവുക ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യേണ്ട. അപ്പം നമ്മൾ ഒരു വിസിലിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതങ്ങ് സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ചൂടിൽ കിടന്ന് ബാക്കി ടൈമിൽ വെന്തോളും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളം വരുമല്ലോ, അപ്പോൾ അതിലങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രഷർ പോക്കാം, അല്ലാണ്ട് നമ്മൾ പൊന്തിച്ച് പോക്കണ്ട. അപ്പോൾ അത് നമ്മൾ മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് അല്പം കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി അതിലോട്ട് ഞാൻ നമ്മുടെ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അത് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത്. നല്ല നല്ല സ്മെല്ലുള്ള നല്ല സാമ്പാർ പൗഡറാണ് ഇട്ടത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. എരിവ് വേണമെന്നുള്ളവർക്ക് അവരുടെ ആവശ്യപ്രകാരം കൂട്ടണോ കുറയ്ക്കണോ എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ അപ്പം ഞാൻ ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട്
1 ടീസ്പൂൺ നമ്മുടെ ഇതുണ്ടല്ലോ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം, അത് നല്ല ജീരകം എന്നൊക്കെ പറയാം, അതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിയ ജീരകം, വലിയ ജീരകം എന്ന് പറയുന്ന അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പ്രധാന സാധനം സാമ്പാർ കായപ്പൊടി, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കായപ്പൊടി ചേർക്കണ്ട, നമ്മുടെ കറിക്ക് ഭയങ്കര കുത്തൽ വരും. അപ്പോൾ അത് ഒരു ആവശ്യത്തിന് കുറച്ചിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി വരണം. അതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഭയങ്കര തീ കൂട്ടി വെക്കരുത് ഈ സമയത്ത്, കാരണം നമ്മുടെ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ടൊക്കെ അത് പച്ചമണമൊക്കെ പോകിയതിന് ശേഷം ഞാൻ അതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഞാൻ മൊത്തമായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കാണ്ടിരുന്നതാണ്, ഞാൻ പുളി ഏറോ വിചാരിച്ചിട്ട്. അപ്പം പാകത്തിന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അതങ്ങൾ വഴറ്റി കൊടുത്തു. ഇനിയിപ്പോൾ പുളിവെള്ളം ഇപ്പം ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇപ്പം ചേർത്തില്ലെങ്കിലും നമുക്കിതാ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിന് ശേഷം ചേർത്താലും മതി. ഞങ്ങളിപ്പം കുറച്ച് ഒഴിച്ചെന്ന് മാത്രം. അങ്ങനെ പിന്നെ എന്താ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയും ഈ വെജിറ്റബിൾസ് ഉടയാണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നന്നായിട്ടത് ഇളക്കി കൊടുക്കുക, ആ മസാല എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടേ. അപ്പോഴാണ് നമ്മുടെ കറി സൂപ്പറായി വരാം. പിന്നെ അതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ പരിപ്പുണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇനിയിപ്പം പരിപ്പും ചേർത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ നല്ല സെറ്റായി വരണം. നല്ല സ്മെല്ലാട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഒരുപാട് പൊടികളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തു വരും കറിക്ക്, അപ്പോൾ നമുക്ക് കറക്റ്റ് രുചി കിട്ടില്ല. ഇത് നല്ല പാകത്തിനായിട്ട് നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ നമുക്ക് കുറച്ചൊരു പുളിയുടെ കുറവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഉണ്ട് പുളിവെള്ളം ബാക്കിയുള്ളത് എടുത്ത് വെച്ചത് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു സാധനത്തിന് ചേർത്തിട്ടില്ല, വെണ്ടയ്ക്കനെ ഫസ്റ്റിൽ തന്നെ ഇടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചത്. 1 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം ഭയങ്കര പൊട്ടലും ചീറ്റലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് സമയം മൂടി വെച്ച് അങ്ങ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളെ മേത്തേക്ക് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ വെണ്ടയ്ക്ക നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെണ്ടയ്ക്കനൊക്കെ നമ്മൾ ഈ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്തലിഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സാമ്പാറിലോട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ലോണം മിക്സായിട്ട് ഒന്ന് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇനിയിപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൻ്റെ അംശം കുറവുള്ളവർക്ക് കുറച്ചങ്ങ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, പച്ചവെള്ളം ചേർക്കണ്ട, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ തന്നെ പിൻവെക്കും തോറും അങ്ങനെ കട്ടി കൂടി വരല്ലോ, തിക്കായി വരാ ചെയ്യുക. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് കണ്ടെങ്കിൽ ലൂസാക്കിയാൽ മതി. ഇനിയിപ്പോൾ ചിലവർക്കൊക്കെ സാമ്പാർ കുറച്ച് തിക്കായി കൊണ്ടൊക്കെ ഇഷ്ടമുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് തിക്കായി അങ്ങനെ കൂട്ടട്ടെ. പിന്നെ എല്ലാത്തവർക്ക് കുറച്ച് ചുടുവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നും അതിൽ വരില്ലല്ലോ. ഇനിയിപ്പോൾ വല്ല ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയല്ലോ. അപ്പം ഞാൻ കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാനും, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ സാമ്പാർ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ പച്ചക്കറികളൊക്കെ നമുക്ക് ഒന്നും ഉടയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇളക്കൽ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രുചിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പം ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒരു ലൈക്കൊക്കെ ഒന്ന് തരണം കേട്ടോ. എന്നാൽ ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.